Hello dears, welcome back to our channel. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നില്ലേ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇപ്പോൾ ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതെൻ്റെ ഒരു ഓൾഡ് ഒരു സാരിയാണ്, അത് യൂസ് ചെയ്യാത്തതായിരുന്നു. അപ്പം ഞാൻ ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഇതൊരു ഫ്രോക്ക് ആക്കി കേട്ടോ. അപ്പൊ ഇതിന്റെ വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പം അതിനു മുമ്പ് പിന്നെ ഞാൻ ഇന്ന് ഇവിടെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു പാർട്ടിക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പൊ ഞാൻ ഇന്ന് അത് ആ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാ ചെയ്തതെന്നുള്ളത് കാണിച്ചു തരുന്നില്ല. ഇവിടെ യൂസ് ചെയ്ത പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് വൃത്തിക്കൊന്ന് ക്ലെൻസ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പതാഞ്ജലിയുടെ അലോറ ജെല്ലാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. ഈ ഒരു അലോറ ജെല്ല് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ സ്കിൻ ഒന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിവിടെ ഫൗണ്ടേഷൻ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഫൗണ്ടേഷന് പകരം ഞാനിവിടെ ഒരു ലേഗേളിന്റെ പ്രോ കൺസീലർ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ബ്ലാക്ക് മാർക്സ്, പിമ്പിൾസ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഞാനൊന്ന് മറിച്ചു. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല, നമ്മുടെ കണ്ണിന് വേണ്ടി ജസ്റ്റ് ഒരു കാജൽ അപ്ലൈ ചെയ്തു. മുകളിലും താഴെയായിട്ട് ഞാൻ കാജൽ മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാക്മേ ഐക്കോണിക്കിന്റെ ഈ ഒരു കാജൽ വെച്ചിട്ടാണ് നമ്മുടെ കണ്ണിന്റെ മുകൾ വശത്തും അതേപോലെ താഴ്വശത്തും എഴുതിയിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്, എനിക്ക് ബ്ലഷ് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാനിവിടെ ലാക്മേയുടെ 925 ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ്ലെസ് മാറ്റ് മോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താ പറയാ, ഈ ഒരു ചീക്ക് കളറായിട്ടും യൂസ് ചെയ്യാം, അതേപോലെ ഇതൊരു ലിപ്സ്റ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഞാനിവിടെ നമ്മുടെ ഈ ഒരു ചീക്കിന് വേണ്ടി ഇവിടെ ഒരു ചീക്കിന് കളർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഇതായിരുന്നു കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാക്മേയുടെ ഫോറെവർ മാറ്റ് എന്ന് പറയുന്നത് ഡാർക്ക് കളർ റെഡ് ലിക്വിഡ് ലിപ്സ്റ്റിക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കണ്ണിന്റെ മുകളിൽ ഇത് തന്നെ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഐഷാഡോന് പകരമായിട്ട് ഞാനിവിടെ ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു ലാക്മേയുടെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇവിടെ മേളിലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ ഇവിടെ സ്വിസ് ബ്യൂട്ടി പാലറ്റിന്റെ ഈ ഒരു ഐഷാഡോ പാലറ്റ്, അതായത് പാലറ്റിന്റെ നമ്പർ പറയുകയാണെങ്കിൽ 02 ഷെയ്ഡ്, ഇത് എടുത്തിട്ട് ഇതിനകത്തെ ഏകദേശം എന്താ പറയുന്ന ഒരു ഷിമ്മറി കളറുണ്ട്. ഇതിന്റെ ഈ ഒരു തേർഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഇത്രയും പ്രോഡക്ട്സ് മാത്രം വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഇട്ടേക്കുന്ന ഒരു ഫ്രോക്കാന്ന് പറഞ്ഞു. ഇത് പ്രീവിയസ്ലി എങ്ങനെയായിരുന്നെന്നുള്ളത് ഞാൻ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ ഒരു മൊത്തമായിട്ടുള്ള ഔട്ട്ഫിറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന അതായത് മാലയും കമ്മലും ഞാൻ വാങ്ങിയത് അജിയോന്നാണ്. പിന്നെ ഇതിന്റെ ഒരു പേൾ സെറ്റ്, അതായത് സാരറി ജുവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ, അതായത് പേളിന്റെ ഈ ഒരു നെക്ക് പീസും ഈ ഒരു കമ്മലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്ക്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓൾറൗണ്ട് ഇതിന്റെ ഫുൾ ഒരു മേക്കപ്പ് ലുക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫുൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ ഭാഗമാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സാരി.
ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. അതിലേക്കും